ഹുവ ദാരിസുൻ. എന്താ എൻ്റെ ഇംഗ്ലീഷ്? ഹി ഈസ് എ സ്റ്റുഡൻറ്റ്. അവനൊരു വിദ്യാർത്ഥിയാണ്. ഹുവ ദാരിസുൻ. നെക്സ്റ്റ്, ഹുമാ ദാരിസാനി. എന്താ ഇംഗ്ലീഷ്? ദേ ആർ സ്റ്റുഡൻസ്. എന്താ വ്യത്യാസമുള്ളത്? സ്റ്റുഡൻസ് അവസാനം ഒരു എസ് കൊടുത്തിട്ടുണ്ടല്ലോ ഇംഗ്ലീഷിൽ. അറബിയിൽ എന്താ വ്യത്യാസം? ദാരിസിന് എന്നുള്ളത് ദാരിസാനി, രണ്ടാൾ അല്ലേ. അവർ രണ്ടുപേർ വിദ്യാർത്ഥികളാണ്. ഹും ദാരിസൂന. അതിൻ്റെ ഇംഗ്ലീഷ് എന്താ? സെയിം തന്നെ. ദേ ആർ സ്റ്റുഡൻസ് അല്ലേ. അന്തുമ ദാരിസാനി എന്ന് പറഞ്ഞാൽ അതും ഹും ദാരിസൂന എന്ന് പറഞ്ഞതും അറബിയിൽ വ്യത്യാസമുണ്ട് അല്ലേ. പക്ഷെ ഇംഗ്ലീഷ് വ്യത്യാസമുണ്ടോ? ഇല്ല. ഇനി നോക്ക്, ഹിയ ദാരിസത്തുൻ. ഹിയ ദാരിസത്തുൻ. ഷീ ഈസ് എ സ്റ്റുഡൻറ്റ്. അവൾ ഒരു വിദ്യാർത്ഥിയാണ്. ഷീ ഈസ് എ സ്റ്റുഡൻറ്റ് അല്ലേ. ഹിയ ദാരിസത്തുൻ. നെക്സ്റ്റ്, ഹുമാ ദാരിസത്താനി. അറബിയിൽ എല്ലാത്തിനും വ്യത്യാസമുണ്ട് അല്ലേ. ദാരിസത്താനി, ദാരിസാനി അല്ല. ദാരിസാനി ആൺകുട്ടികളാകുമ്പോൾ, പെൺകുട്ടികളാകുമ്പോൾ ദാരിസത്താനി. ഇംഗ്ലീഷ് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസമില്ല. ദേ ആർ സ്റ്റുഡൻസ്. മുകളിൽ തന്നെയല്ലേ. ദേ ആർ സ്റ്റുഡൻസ് അല്ലേ. ഈ 4 കളിലും ദേ ആർ സ്റ്റുഡൻസ് അല്ലേ. ഒരു വ്യത്യാസം. ഇനി നെക്സ്റ്റ്, ഹുന്ന ദാരിസാത്തുൻ. അവിടെയും വ്യത്യാസമുണ്ട് അല്ലേ. അപ്പോൾ 6ലും വ്യത്യാസമുണ്ട് അറബിയിൽ. നോക്കൂ, ദാരിസുൻ, ദാരിസാനി, ദാരിസൂന, വ്യത്യാസമുണ്ട് അല്ലേ. നെക്സ്റ്റ്, ദാരിസത്തുൻ, ദാരിസത്താനി, ദാരിസാത്തുൻ. ഇനിയും 6 അങ്ങനെ തന്നെ വരാം. അപ്പോൾ ഇതൊന്ന് ഒന്ന് അതിൻ്റെ ഇംഗ്ലീഷ് നോക്കൂ. സ്റ്റുഡൻറ്റ് ഫസ്റ്റത്തെ എന്താണ്? സ്റ്റുഡൻറ്റ്. പിന്നെയോ സ്റ്റുഡൻസ്, സ്റ്റുഡൻസ്, സ്റ്റുഡൻറ്റ്, സ്റ്റുഡൻസ്, സ്റ്റുഡൻസ്. അപ്പോൾ സ്റ്റുഡൻറ്റ്, സ്റ്റുഡൻസ്. എത്ര വ്യത്യാസമുള്ളൂ അല്ലേ ഇംഗ്ലീഷിൽ. ഇനി നെക്സ്റ്റ്, ഈ പറഞ്ഞതുപോലെ തന്നെ പക്ഷേ വ്യത്യാസമുണ്ട്. അന്ത ദാരിസുൻ. ഇവിടെ ഇംഗ്ലീഷിൽ ഒറ്റ വേർഡുള്ളൂ, യു. എന്താണ് ഇംഗ്ലീഷ്? യു ആർ എ സ്റ്റുഡൻറ്റ്. പിന്നെ സ്റ്റുഡൻറ്റ്, സ്റ്റുഡൻസ് അല്ലേ വ്യത്യാസമുള്ളൂ. ഇപ്പോൾ യു ഒരു മാറ്റമില്ല. അന്ത ദാരിസുൻ അല്ലേ. അന്ത ദാരിസുൻ, അന്തുമാ ദാരിസാനി. ഇപ്പം നമ്മൾ മുകളിൽ പറഞ്ഞ അതേപോലെ തന്നെയാണ് കേട്ടോ ഇവിടെ. ദാരിസുൻ, ദാരിസാനി, ദാരിസൂന, ദാരിസത്തുൻ, ദാരിസാനി, ദാരിസാത്ത്. ഓക്കെ. യു ആർ, പിന്നെ ഹി ഷീ എന്നൊക്കെയുള്ള എന്തായി? യു ആയി അല്ലേ. യു ആർ സ്റ്റുഡൻസ്. നെക്സ്റ്റ്, അന്തും ദാരിസൂന, യു ആർ സ്റ്റുഡൻസ്. നെക്സ്റ്റ്, അന്തി ദാരിസത്തുൻ, യു ആർ എ സ്റ്റുഡൻറ്റ് അല്ലേ. മുകളിൽ തന്നെയല്ലേ പറഞ്ഞത് യു ആർ എ സ്റ്റുഡൻറ്റ്. അപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ വ്യത്യാസം ഉണ്ടോ? ഇംഗ്ലീഷിൽ ഇല്ല. ഓക്കെ. നെക്സ്റ്റ്, അന്തുമാ ദാരിസത്താനി. മുകളിൽ എന്താ പറഞ്ഞത്? അന്തുമാ ദാരിസാനി. വ്യത്യാസം അറബിയിൽ വ്യത്യാസമുണ്ട് അല്ലേ. അന്തുമാ ദാരിസാനി, ഇവിടെ അന്തുമാ ദാരിസത്താനി. ഇംഗ്ലീഷിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇല്ല. യു ആർ സ്റ്റുഡൻസ്, യു ആർ സ്റ്റുഡൻസ്, ഒരു വ്യത്യാസമില്ല. ഓക്കെ. നെക്സ്റ്റ്, അന്തുന്ന ദാരിസാത്തുൻ അല്ലേ. മുകളിൽ എന്താ പറഞ്ഞത്? അന്തും ആൺകുട്ടികളാകുമ്പോൾ അന്തും ദാരിസൂന, പെൺകുട്ടികളാകുമ്പോൾ അന്തുന്ന ദാരിസാത്തുൻ. ഇനി ഇംഗ്ലീഷ് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇല്ല. ഇംഗ്ലീഷിൽ ഒരു വ്യത്യാസമില്ല. യു ആർ സ്റ്റുഡൻസ്, യു ആർ സ്റ്റുഡൻറ്റ്, യു ആർ സ്റ്റുഡൻസ് അല്ലേ. ഇത് ഇംഗ്ലീഷിലുള്ളൂ. ഇനി ലാസ്റ്റ്, അനദാരിസുൻ. ആൺകുട്ടികൾ എന്താ പറയുക? അനദാരിസുൻ. പെൺകുട്ടികളോ? അനദാരിസത്തുൻ. ഇംഗ്ലീഷിലോ? ഇംഗ്ലീഷിൽ ഐ ആം എ സ്റ്റുഡൻറ്റ്. ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ അതിനെ പറയാം. ഐ ആം എ സ്റ്റുഡൻറ്റ്, ഞാനൊരു വിദ്യാർത്ഥിയാണ്. നെക്സ്റ്റ്, നഹ്നു, നഹ്നു ദാരിസൂന. ആൺകുട്ടികൾ. പെൺകുട്ടികൾ എങ്ങനെ പറയാം? നഹ്നു ദാരിസാത്തുൻ. ഇംഗ്ലീഷിൽ ഒന്ന് തന്നെ ഉള്ളൂ. എന്താണ്? വി ആർ സ്റ്റുഡൻസ്, ഞങ്ങൾ വിദ്യാർത്ഥികളാണ് അല്ലേ. ഓക്കെ, ഫുള്ളായിട്ട് പറഞ്ഞു.